ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ചില കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ.ജെ. MCF നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നത് എല്ലാവിധ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ്. പഞ്ചായത്തിനെ കരിവാരിത്തീക്കുന്നതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടി ചില കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ സമരം വെറും പ്രഹസനമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങൾ അത് ലീസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആള് അനിൽ എന്ന് പറയുന്ന ആളാണ്. അയാളുടെ സ്ഥലത്തിന്റെ വാലുവേഷൻ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഡോക്യുമെന്റ്സ് എല്ലാം സഹിതം നമ്മൾ വാലുവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനമുള്ള തഹസിൽദാർക്ക് നൽകുകയും ഈ പർച്ചേസിംഗ് കമ്മിറ്റി ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും. എന്നാൽ പർച്ചേസിംഗ് കമ്മിറ്റിയുടെ ഈ പങ്കെടുക്കുന്നതിനോ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിനോ ഈ പറഞ്ഞ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടെ ആയിരിക്കുന്ന ഫ്രാൻസിസ് അറിയപ്പെടണം വരാതിരിക്കുകയും അതിനുശേഷം പുറത്തു നിന്നുള്ള ആക്ഷേപങ്ങൾ LDFിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരാളുടെ കൂട്ട് പിടിച്ച് ചെയ്യുന്നതിൽ സമീപനമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിനകത്ത് പർച്ചേസിംഗ് കമ്മിറ്റി വിളിച്ചാൽ വരുന്നില്ല, അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചാൽ വരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാതിരിക്കുന്നതാണ്. നമുക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ മാറി നിന്നിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളോട് ഒരു പ്രതിനിധിത്വമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ ആള് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടും ശരിയായ കാര്യമല്ല. വ്യക്തമായിട്ടുള്ള തീരുമാനപ്രകാരം മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ പറഞ്ഞ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. 19/7/2024 6/1 തീരുമാനപ്രകാരം മാത്രമാണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ചേർന്ന പർച്ചേസ് കമ്മിറ്റി നിലവിൽ നമ്മൾ ഒരു വർഷം മുന്നെയാണ് ഇതിന് വേണ്ട കാര്യം കഴിഞ്ഞ വർഷം 7 മാസം കൊടുത്തിരിക്കുന്ന കേസാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഇതിൻ്റെ കാര്യങ്ങൾ ആവുന്നത് നമ്മുടെ തഹസിൽദാരുടെ വാലുവേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിന്റ് ഡയറക്ടർ ബഹുമാനമുള്ള ജോയിന്റ് ഡയറക്ടറുടെ അനുയോജിത സാക്ഷ്യപത്രം, സുഹൃത്ത് മിഷന്റെ അനുയോജിത സാക്ഷ്യപത്രം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്നത് കേവലം 24-ാം തീയതി മാത്രമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് അടിയന്തരമായിട്ട് നമ്മുടെ പർച്ചേസ് കമ്മിറ്റി കൂടി വീണ്ടും വിളിച്ച് ചേർക്കുകയും ഇന്നപോലെ നമ്മുടെ മുഴുവൻ പേപ്പറുകളും നമുക്ക് റെഡിയായിട്ടുണ്ട്. അത്തരത്തിൽ ബഹുമാനമുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ചാർജ് അസിസ്റ്റന്റ് സെക്രട്ടറി നേതൃത്വത്തിൽ മുഴുവൻ പേപ്പറുകൾ പരിശോധിക്കുകയും നിലവിലെ എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ കോർട്ട് ഓർഡർ, അതുപോലെ തന്നെ ടൈറ്റിൽ സർട്ടിഫിക്കറ്റ്, നോട്ടിഫിക്കേഷൻ എല്ലാ സംവിധാനങ്ങളും പാലിച്ച മുറയ്ക്ക് ഇത് പൈസ കൊടുക്കാനുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഈ 26/3/2025 ചേർന്ന നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ പർച്ചേസ് കമ്മിറ്റിയുടെ അതിനകത്ത് മാത്രമാണ് ഈ ആശങ്കകൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാരണം എന്ത് ചെയ്താലും പഞ്ചായത്ത് അഴിമതിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്.